കഞ്ചാവും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസവും. ഏവർക്കും സ്വാഗതം, വെൽക്കം, വണക്കം. കളമശ്ശേരിയിലെ ഗവൺമെൻറ് പോളിടെക്നിക്കൽ കോളേജിൽ നിന്ന്, അതിൻ്റെ ഹോസ്റ്റലിൽ നിന്ന് 2 കിലോ കഞ്ചാവും നല്ല ഒരു തോതിൽ മദ്യവും പോലീസിൻ്റെ റെയ്ഡിൽ കണ്ടെത്തിയിരിക്കുന്നു. അത് സംബന്ധമായ 3 അറസ്റ്റുകൾ നടന്നിരിക്കുന്നു. മാത്രവുമല്ല, ഇങ്ങനെയുള്ള അധഃപതനത്തിനെതിരെ പ്രതിഷേധിച്ച് KSU ആ സ്ഥാപനത്തിലേക്ക് മാർച്ച് നടത്തുകയും അതിൻ്റെ പ്രിൻസിപ്പലിനോട് അദ്ദേഹം ഒരിക്കലും മറക്കാത്ത വിധത്തിൽ ബാക്കിയുള്ള ശിഷ്ടമുള്ള നാളുകൾ മര്യാദയായി ജീവിക്കത്തക്കവണ്ണമായിട്ടുള്ള ഗുണദോഷവും കൊടുത്തു എന്ന വിവരം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഈ ഒരു മേഖലയിൽ അല്പം അനുഭവമുള്ള വ്യക്തി എന്ന നിലയിൽ എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ ഉള്ള 2 പ്രശ്നം. ഒന്ന്, ഒരു സ്ഥാപനത്തിൻ്റെ ഹോസ്റ്റലിൽ നിയമവിരുദ്ധമായി ലഹരി മരുന്ന് വാങ്ങിക്കുകയും സ്റ്റോർ ചെയ്യുകയും വിൽക്കുകയും ചെയ്തു. അത് വിൽക്കാനുള്ള ത്രാസൊക്കെ കണ്ടെടുത്തു എന്നാണ് പറയുന്നത്. 2 കിലോ കഞ്ചാവ് ഉണ്ടെങ്കിൽ അതിൽ വിൽപ്പനയ്ക്ക് സാധ്യതയുണ്ടെന്ന് തിരിച്ചറിയാൻ വലിയ പ്രയാസമൊന്നുമില്ല. അപ്പോൾ ഇത് ഒരു. രണ്ടാമത്തെ പ്രശ്നം, വിദ്യാർത്ഥികളല്ലാത്ത ആളുകൾ ഈ ഹോസ്റ്റലിൽ യഥേഷ്ടം കടന്നു വരുന്നു, അവരുടെ സ്വാധീനവും ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത്. 2 മുഖങ്ങൾ, ഒരേ പ്രശ്നത്തിൻ്റെ 2 മുഖങ്ങൾ. അതിനോട് ബന്ധമായി ഈ സ്ഥാപനത്തിൻ്റെ ഹോസ്റ്റലിനെ വേണ്ടതുപോലെ നിയന്ത്രിക്കുവാൻ അതിൻ്റെ ചുമതലയിലുള്ള പ്രിൻസിപ്പൽ അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്നു. ഇതാണ് ഇതിനകത്തെ പ്രശ്നം. ഇങ്ങനെയുള്ള ചില അനുഭവങ്ങൾ കൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു അനുഭവം പറഞ്ഞിട്ട് ഇതിൻ്റെ പ്രശ്നങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായി പരിഗണിക്കുന്നതായിരിക്കും ഉചിതം. ഒരിക്കൽ എനിക്ക് ഒരു മീറ്റിങ്ങിന് കൊൽക്കത്തയിൽ പോകേണ്ടിയിരുന്നു. അന്ന് രാവിലെ ഞാൻ എയർപോർട്ടിൽ പോകുന്നതിന് മുൻപ് അത്യാവശ്യമായിട്ട് 2 എൻ്റെ ടീച്ചേഴ്സ് ഓടി വന്ന് എന്നോട് പറഞ്ഞു, നമ്മുടെ 3 കുട്ടികളെ പോലീസ് പിടിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, കോളേജിനകത്ത് വെച്ചാണോ പിടിച്ചത്? അല്ല. എവിടെ വെച്ചാണ് പിടിച്ചത്? കോളേജിന് വെളിയിൽ ഒരു സിറ്റി ഫോറസ്റ്റ് ഉണ്ട്, അവിടെ വെച്ചാണ് പിടിച്ചത്. ഞാൻ ചോദിച്ചു, എന്തിനാണ് പിടിച്ചത്? അവരുടെ കയ്യിൽ ലഹരി മരുന്നിൻ്റെ അല്പം, അധികമൊന്നുമില്ല, ഒരു 100 ഗ്രാം ഉണ്ട്. അങ്ങനെ പിടിച്ചു. സാർ ഉടനെ അവരെ പോലീസിൻ്റെ നിന്ന് രക്ഷിക്കണം. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, അവരെ രാജ്യത്തെ നിയമം ലംഘിച്ചോ? ലംഘിച്ചു. മറ്റുള്ളവർ ആ നിയമം ലംഘിച്ചാൽ അവർക്കെതിരെ നടപടി ഉണ്ടാകണമോ? ഉണ്ടാകണം. പിന്നെ ഏതടിസ്ഥാനത്തിലാണ്? അവർ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലെ വിദ്യാർത്ഥികളാണ് എന്നതുകൊണ്ട് മാത്രം നിയമം അനുശാസിക്കുന്ന നടപടി അവർക്കെതിരെ ഉണ്ടാകരുത് എന്ന് നിങ്ങൾ എന്നോട് പറയുകയും നിങ്ങൾ എന്നോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പോലീസിനോട് പറയുകയും ചെയ്യുന്നതെന്ന് എൻ്റെ തത്വം ഒന്ന് വിശദീകരിക്കാമെന്ന് പറഞ്ഞപ്പോൾ തല താഴ്ത്തി. അതങ്ങനെ തീർന്നില്ല. അതിനുശേഷം കോളേജിലെ 3 കുട്ടികൾ ഇങ്ങനെ അപകടത്തിലായപ്പോൾ ഞാൻ അവരെ കൈയൊഴിഞ്ഞു എന്നതൊരു വലിയ കുറ്റമായി എനിക്കെതിരെ ചാർത്തി അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും മാധ്യമം വീരന്മാരും പിന്നെ സർക്കാരിലുള്ള ആളുകൾ പലരും എനിക്കെതിരെ പത്തി ഉയർത്തി. ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇതിനോടനുബന്ധമായ ഈ സംഭവത്തോടും നാം ഇപ്പോൾ ചിന്തിക്കുന്ന സംഭവത്തോടും ചേർന്ന് നിൽക്കുന്ന മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കും. ഇപ്പോൾ ഒരു കോളേജിൻ്റെ ഹോസ്റ്റലിൽ രാത്രിയിൽ
വിദ്യാർത്ഥികളല്ലാത്ത ആളുകൾ പ്രവേശിക്കുന്നതും കൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നതെന്നാണല്ലോ ആരോപണം. ആ കോളേജിൻ്റെ പ്രിൻസിപ്പൽ എല്ലാ രാത്രിയിലും 60 വിദ്യാർത്ഥികളാണ് ആ ഹോസ്റ്റലിൽ താമസിക്കുന്നതെന്നാണ് മാധ്യമത്തിൽ കൂടെ എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ 60 വിദ്യാർത്ഥികളുടെയും മുറികൾ സന്ദർശിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം, പൊതുജന അഭിപ്രായം എന്തായിരിക്കുമായിരുന്നു? എൻ്റെ അനുഭവം ഞാൻ പറയാം. സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ഞാൻ പഠിച്ച വ്യക്തിയാണ്. ആ കാലത്ത് ലഹരി മരുന്നിൻ്റെ ഉപയോഗം വ്യാപകമായി ഉണ്ടായിരുന്നു എന്നൊരു വിദ്യാർത്ഥിയായിട്ട് എനിക്ക് തിരിച്ചറിയാമായിരുന്നു. ഇഷ്ടം പോലെ കള്ള് ഉപയോഗിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ തന്നെയുമല്ല, അതിന് ശേഷം ഞാൻ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ അംഗമായി പ്രവർത്തിക്കുമ്പോഴും ഈ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് 1976 അങ്ങനെ ലഹരി മരുന്നിൻ്റെ അടിമയായി ഒരു വിധത്തിലും ജീവിതം തുടരാൻ വയ്യാത്ത ആത്മഹത്യ ചെയ്ത സംഭവം എന്നെ എപ്പോഴും ഞെട്ടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ലഹരി മരുന്നിനെപ്പറ്റി ഗവേഷണം ചെയ്യുവാനും അതിനെപ്പറ്റി ഒരു പുസ്തകം എഴുതുവാനും ഇടയായത്. അപ്പോൾ ഇതൊരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പ്രിൻസിപ്പലായപ്പോൾ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. എൻ്റെ ചുമതലയിലുള്ള ഹോസ്റ്റലിൽ രാത്രിയിൽ ഇങ്ങനെയുള്ള കലാപരിപാടികൾക്ക് ഞാൻ ഒരിക്കലും അനുവാദം നൽകുകയില്ല, അത് പൊറുക്കുകയില്ല. അതുകൊണ്ട് ഞാൻ മിക്കവാറും എല്ലാ രാത്രിയിലും ഒരു 11 മണി കഴിയുമ്പോൾ 367 സ്റ്റുഡൻസ് വസിക്കുന്ന സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ 6 റെസിഡൻസ് ബ്ലോക്കുകൾ, അതിനെ ഹോസ്റ്റൽസ് എന്നല്ല പറയുന്നത്, റെസിഡൻസ് എന്നാണ് പറയുന്നത്, ഞാൻ സന്ദർശിക്കുമായിരുന്നു. അപ്പോൾ എനിക്കെതിരെ വലിയ ആക്ഷേപമാണ്. ഇയാൾ കുട്ടികളുടെ സ്വകാര്യതയെ നശിപ്പിക്കുന്നു, അവരുടെ പ്രൈവറ്റ് ലൈഫിൽ കടന്നു ചെല്ലുന്നു, കുട്ടികളെ സ്വൈര്യമായി ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, ഇയാളൊരു സ്വേച്ഛാധിപതിയാണ്, ഡിക്റ്റേറ്ററാണ്. ഡൽഹി ഹൈക്കോടതി വരെ, അതിനകത്തെ ഒരു ജഡ്ജ് വരെ എന്നെപ്പറ്റി അത് പറഞ്ഞു. അത് മറ്റൊരു സാഹചര്യത്തിലാണ് ഞാൻ എടുത്തൊരു നടപടി. ഇയാളൊരു ഡിക്റ്റേറ്ററാണെന്ന് എന്നെപ്പറ്റി പറഞ്ഞു. അങ്ങനെ ഞാൻ ഇങ്ങനെ രാത്രിയിൽ ഇൻസ്പെക്ഷൻ നടത്തിക്കൊണ്ടിരുന്ന സമയത്തെ അനേക സംഭവങ്ങളിൽ ഒരു സംഭവം പറയും. ഞാൻ ഒരു മുറിയിൽ ചെന്നപ്പോൾ അവിടെ കോളേജിലെ വിദ്യാർത്ഥികൾ ആരാണ് എന്നെനിക്ക് ഒറ്റ നോട്ടത്തിൽ അറിയാം. അപ്പം അവിടെ സെൻറ്റ് സ്റ്റീഫൻസിൻ്റെ വിദ്യാർത്ഥിയല്ല, ഒരു യുവാവിരിക്കുന്നു. അവൻ്റെ കൂടെ ഞങ്ങളുടെ വിദ്യാർത്ഥിയും ഇരിക്കുന്നു. അതായത് ഏത് വിദ്യാർത്ഥിക്കാണോ ഞാൻ ആ റൂം അലോട്ട് ചെയ്ത് അവനും ഇരിപ്പുണ്ട്. അപ്പോൾ രാത്രി ഒരു 11-11:30 അപ്പം നിയമമുണ്ട്, ആർക്കെങ്കിലും ഗസ്റ്റിനെ എൻ്റർടൈൻ ചെയ്യാൻ ഓവർ നൈറ്റ് സ്റ്റേ അനുവദിക്കണമെങ്കിൽ ബ്ലോക്ക് ട്യൂട്ടറിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഡീനിൻ്റെ കയ്യിൽ നിന്ന് റിട്ടൺ പെർമിഷൻ വാങ്ങിക്കണമെന്ന് നിയമമുണ്ട്. ഇദ്ദേഹം അതൊന്നും ചെയ്തില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതാരാ ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ ഇത് എൻ്റെ ഒരു അയലത്തുകാരനാണ്, അവന് മിണ്ടാനും ചെവിയും കേൾക്കത്തില്ല, ബധിരനുമാണ്, മൂകനുമാണ്. അപ്പം ഞാൻ ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായത് പച്ചക്കള്ളമാണത്. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണോ, അത് വലിയ സങ്കടമാണല്ലോ, നല്ലൊരു യുവാവിന് ചെവിയും കേൾക്കത്തില്ല, സംസാരിക്കാനും വയ്യ എന്ന് പറയുമ്പോൾ അത് മർമ്മഭേദകമാണല്ലോ, അങ്ങനെ വരാതിരിക്കട്ടെ, നീ അവനിൽ കാരുണ്യം കാണിച്ചുകൊണ്ട് ഞാൻ നിന്നെ അഭിനന്ദിക്കുമെന്ന് ഞാൻ എൻ്റെ പുറത്ത് തട്ടിയും വെച്ച് ഞാൻ ചോദിച്ചു, എൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ പേര്. അപ്പോൾ അവന് മനസ്സിലായത്. അപ്പോൾ എല്ലാം വെളിയിൽ വന്നു. അപ്പോൾ ഇതാണ് നടക്കുന്നത്. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഹോസ്റ്റലുണ്ടെങ്കിൽ അതിൻ്റെ മേൽ വേണ്ട തോതിൽ സൂപ്പർവിഷൻ നടത്താനുള്ള അധികാരം ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പലിനില്ല എങ്കിൽ, അല്ലെങ്കിൽ ആ ഹോസ്റ്റൽ ചുമതലയുള്ള ഡീനോ വാർഡനോ ഇല്ല എങ്കിൽ, അങ്ങനെ പ്രത്യേകമായ ശ്രദ്ധ ചെലുത്തുന്നത് അത് പ്രിൻസിപ്പലിനോ അതിന് ഉത്തരവാദിത്വമുള്ള വ്യക്തിക്കോ മനോരോഗമുള്ളത് കൊണ്ടാണ് എന്ന ഒരു സമൂഹം നിരന്തരം ആരോപിക്കുമെങ്കിൽ പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തെ കുറ്റം പറയാൻ സാധിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ ഈ പോളിടെക്നിക്കിൽ ഇങ്ങനെ സംഭവിക്കുന്നു, ഇത് നിരന്തരമായി സംഭവിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ അവിടെ സംഭവിച്ചാൽ ഒരു ചുക്കും വരാനില്ല.
എന്ന ഒരവസ്ഥയുള്ളത് കൊണ്ടാണ് അത്ര തുറന്ന തോതിൽ വലിയ സ്കെയിലിൽ ഈ കച്ചവടം അവിടെ നടന്നുകൊണ്ടിരുന്നത്. പിന്നെ അതിൻ്റെ മറ്റൊരു വശം കൂടെ സൂചിപ്പിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഇതിൽ പിടിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി ഒരു SFI നേതാവ് കൂടെയാണ്. അപ്പോൾ തീർച്ചയായും ആ കുട്ടിയെ സംരക്ഷിക്കാനായിട്ട് രാഷ്ട്രീയമായ ഇടപെടൽ ഉണ്ടാകുമെന്നതിന് യാതൊരു സംശയവുമില്ല. ബാക്കിയുള്ള എത്ര പേര് SFIക്കാരാണ്, KSUക്കാരാണ് നമുക്കറിയില്ല. ഇത് നമ്മുടെ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തെ ബാധിച്ചിരിക്കുന്ന മാരകമായ രോഗം അതിൻ്റെ ഒരു വിരൽ ചൂണ്ടൽ മാത്രമാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ കോളേജുകളിലെ ഹോസ്റ്റലുകളിൽ കഞ്ചാവോ മറ്റും ലഹരി മരുന്നോ വിൽക്കുന്ന, അത് ഉപയോഗിക്കുന്ന, അല്ലെ ഉപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്ന യുവതി യുവാക്കന്മാരെക്കാൾ അവരെ രാഷ്ട്രീയമായി സംരക്ഷിക്കുന്നവരാണ് കേരള സംസ്ഥാനത്തിൻ്റെയും സമൂഹത്തിൻ്റെയും കുലശത്രുക്കൾ. അവർ മുഖാന്തരമാണ് ഈ രോഗം നിയന്ത്രണത്തിന് അതീതമായി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ രാഷ്ട്രീയമായ ഒരു സംരക്ഷണമുണ്ട്, ഒരു കവചമുണ്ട്, യാതൊരു സംശയവുമില്ല. ആ പ്രശ്നം ആരും പരാമർശിക്കുന്നില്ല. ഞാനൊരു ലഹരി മരുന്ന് വിദഗ്ധനല്ല, ഞാൻ പോലീസുകാരനല്ല, ഞാൻ വക്കീലുമല്ല, ജഡ്ജിയുമല്ല. പക്ഷേ ഒരു വിദ്യാഭ്യാസ വേലക്കാരൻ എന്ന നിലയിൽ എനിക്ക് ആകെപ്പാടെ പറയാനുള്ളത് ഇത്ര മാത്രമാണ്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ അത് നടത്തേണ്ട വിധത്തിൽ നടത്തുവാനുള്ള അധികാരം അതിൻ്റെ ചുമതലയിലുള്ള പ്രിൻസിപ്പലിനും അദ്ദേഹത്തെ സഹായിക്കുന്ന മറ്റ് സഹ അധ്യാപകർക്കും ഉണ്ടായിരിക്കണം. ഇതല്പം പോലും നൽകാതെ എല്ലാ സ്ഥാപനങ്ങളിലും കലാലയങ്ങളിലും രാഷ്ട്രീയക്കാർ കയറിയും ഇറങ്ങിയും ചവിട്ടിയും മെതിച്ചും എന്തെങ്കിലും ഒരു നടപടിയെടുക്കുന്ന ആളുകളെ ഏതെല്ലാം വിധത്തിൽ ഉപദ്രവിക്കാമോ അങ്ങനെ അവരെ നിർവീര്യമാക്കുകയും പിന്നെ ഇങ്ങനെയുള്ള അനാശാസ്യമായ പരിപാടികൾ നടത്താനുള്ള പ്രത്യക്ഷവും പരോക്ഷവുമായ പ്രചോദനം നൽകിയും പ്രചോദനം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവരെ സംരക്ഷിച്ചും നിങ്ങൾ എന്ത് ചെയ്താലും അതിൻ്റെ തിക്തഫലങ്ങളിൽ ഞങ്ങൾ നല്ല സംരക്ഷിക്കും, അതുകൊണ്ട് തന്നെ നിങ്ങൾ ആജീവനാന്തം കൂറുള്ള മാർക്സിസ്റ്റുകാരായി, കൂറുള്ള ഇന്ന പാർട്ടിക്കാരായി നിന്നോളണം എന്ന ഒരു വിധം ഉണ്ടാക്കി വെക്കാൻ ശ്രമിക്കുന്നവരാണ് വാസ്തവത്തിൽ അഴിക്ക് ഉള്ളിൽ പോകേണ്ടത്. പക്ഷെ അത് സംഭവിക്കുകയില്ല. അത് സംഭവിക്കാത്തിടത്തോളം കാലം ഈ രോഗത്തിന് യാതൊരു ശമനവും ഉണ്ടാകുകയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒരു കോളേജിൻ്റെ ഹോസ്റ്റലിൽ 60 കുട്ടികൾ പഠിക്കുന്നൊരു ഹോസ്റ്റലിൽ 2 കിലോ കഞ്ചാവ് പിടിച്ചു എന്നുള്ളതേ അല്ല. അത് വലിയ പ്രശ്നം തന്നെയാണ്, അത് ഞാൻ ലഘൂകരിക്കുന്നില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതല്ല. എൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നമായി ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മുറ്റി നിൽക്കുന്ന വിദ്യാഭ്യാസ അരാജകത്വമാണ്. അരാജകത്വം, എഡ്യൂക്കേഷണൽ അനാർക്കി. അത് സൃഷ്ടിക്കുന്ന ഏവർക്കും ഇതിൽ പങ്കുണ്ട്. ഞാനൊരു വിദ്യാർത്ഥിയായിരുന്നപ്പോൾ മറ്റുള്ളവരെ പോലെ ലഹരി മരുന്ന് കഴിക്കാനോ മദ്യം കഴിക്കാനോ പോകാഞ്ഞതിൻ്റെ കാര്യം എനിക്ക് അത്ര ശക്തമായ വിദ്യാഭ്യാസ താല്പര്യവും ലക്ഷ്യബോധവും ഉണ്ടായിട്ടാണ്. കേരളത്തിൽ വാസ്തവത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായി നാം ഇനിയും മെടഞ്ഞെടുക്കേണ്ടത് മേൽത്തരമായ വിദ്യാഭ്യാസത്തെ അനുസ്യൂതം പിന്തുടരുന്ന ഒരു സംസ്കാരമാണ്. എ കൾച്ചർ ഓഫ് പെർസ്യൂയിങ് എഡ്യൂക്കേഷണൽ എക്സലൻസ്. കേരളത്തിനില്ലാത്ത ഒരു നന്മ അതാണ്. നാം ഏറ്റവും ത്വരിതഗതിയിൽ വലിയ പ്രാധാന്യം കൽപ്പിച്ച് മുൻഗണനയിൽ നേടിയെടുക്കേണ്ട കാര്യം എ കൾച്ചർ ഓഫ് എക്സലൻസ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ. 3 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ മേൽത്തരമായ ലോകോത്തര ഗുണനിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രഭവ സ്ഥാനമാക്കും, ഒരു ഹബ്ബാക്കി മാറ്റുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളം നന്നേ സന്തോഷിച്ചു. പക്ഷേ ഇന്ന്
പൊടിഞ്ഞ ചങ്കുമായിട്ടാണ് ഞാൻ ആ വാക്കുകൾ ഓർക്കുന്നത്. ആ ദിശയിലേക്ക് ഒരു സ്റ്റെപ്പ് എടുക്കുന്നത് പോട്ടെ, ഒരു വിരലനക്കാൻ ഇത്ര പ്രാഗൽഭ്യമുള്ള ഇരട്ടച്ചങ്കനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ടാണ് കഴിയാതെ പോകുന്നത്? അതിനുള്ള കാരണം മനസ്സിലാക്കണം. ഇവിടെ വിദ്യാഭ്യാസം അല്പമെങ്കിലും നന്നാകണമെങ്കിൽ അതിന് തക്കതായൊരു വിദ്യാഭ്യാസ സംസ്കാരമുണ്ടാക്കാൻ നാം എല്ലാവരും ശ്രദ്ധിക്കണം. ഇത് മുഖ്യമന്ത്രി മാത്രം നോക്കിയാൽ നടക്കത്തില്ല, എല്ലാ മന്ത്രിമാരും നോക്കിയാലും നടക്കത്തില്ല, ഗവർണർ തലകുത്തി നടന്നാലും നടക്കത്തില്ല. എല്ലാവരും ഒരു ഭവനം തൊട്ട് സഭകൾ തൊട്ട് വിദ്യാഭ്യാസം മതമേഖലകൾ തൊട്ട് ജനങ്ങളെ എപ്രകാരം ആരെല്ലാം സ്വാധീനിക്കുന്നു അവരെല്ലാം തൊട്ട് മാധ്യമങ്ങൾ തൊട്ട് നേതാക്കന്മാരുടെ സ്വാധീനം തൊട്ട് പ്രത്യേകിച്ച് പാർട്ടികൾ എന്ത് ചെയ്യുന്നില്ല എന്നത് നോക്കി ഈ സംസ്ഥാനത്തെ ആകമാനം നാം എപ്രകാരം ബോധവൽക്കരിക്കുന്നു, സംസ്ഥാനത്തിലെ ജനങ്ങൾക്ക് ഏത് വിധത്തിലുള്ള ഭാവിയെപ്പറ്റിയുള്ള പ്രത്യാശകൾ നാം നൽകാൻ കൂട്ടാക്കുന്നു, ഇവ എല്ലാം പരിഗണിച്ച് എല്ലാം സമുച്ചയിച്ചിട്ട് വേണം, സമന്വയിപ്പിച്ചിട്ട് വേണം നമുക്ക് അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടാക്കാൻ. അങ്ങനെ ഒരു സംസ്കാരത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഘടകങ്ങൾ എന്താണ് എന്നതിനെ ഉൾപ്പെടുത്തി ഞാൻ അടുത്തായിട്ടൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ഭാഗ്യവശാൽ അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. അതിൻ്റെ ഘടകങ്ങൾ എന്താണ് എന്നത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളുമായി പങ്കിടുന്നതാണ്. എന്നാൽ കേരളത്തിൽ അങ്ങനെ ഒരു കാര്യമില്ല. ഇവിടെ ആർക്കും കയറി ചവിട്ടി മതിക്കാവുന്നൊരു ചീരക്കളമായിട്ടാണ് വിദ്യാഭ്യാസം വെച്ചിരിക്കുന്നത്. കോളേജ് ക്യാമ്പസുകളെ, യൂണിവേഴ്സിറ്റി കോളേജ് ക്യാമ്പസുകളെ, സ്കൂളിൻ്റെ ക്യാമ്പസുകളെ രാഷ്ട്രീയ വിമുക്തമാക്കുക എന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിരിക്കണം. 2, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന അതിൻ്റെ ചുമതലയുള്ള ആളുകൾക്ക് അതിനെ അച്ചടക്കം നിലനിർത്തുവാൻ, അതിൻ്റെ വിദ്യാഭ്യാസ അന്തരീക്ഷത്തെ വേണ്ട വിധത്തിൽ ആരോഗ്യപരമായി സംരക്ഷിക്കുവാനുള്ള പൂർണ്ണ അധികാരവും അവകാശവും നാം അനുവദിച്ചു കൊടുക്കണം. സാധാരണഗതിയിൽ പ്രിൻസിപ്പലിന് കോളേജിന്മേൽ നിയന്ത്രണം ഉണ്ടാകാൻ പാടില്ല. ആ കോളേജിലൊക്കെ പഠിക്കുന്ന യുവാക്കന്മാരാണെങ്കിൽ ചോരയും നീരുള്ളവരാണെങ്കിൽ അവരിങ്ങനെ പരീക്ഷിച്ചിരിക്കും. അവർ മാലാഖമാരൊന്നുമല്ല, അവർ വിശുദ്ധന്മാരല്ല, അങ്ങനെ അവർ ചെയ്യരുതെന്ന് പറയുന്നവർ മൂരാച്ചികളാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ പ്ലേറ്റ് നേരെ മറിച്ചിട്ട് ആ പ്രിൻസിപ്പൽ എന്താ അത് നേരത്തെ കണ്ട് ഒഴിവാക്കാഞ്ഞത് എന്നൊക്കെ പറയുന്നത് വെറും കാപഠ്യമാണ്, അർത്ഥശൂന്യമായ ജൽപ്പനമാണ്. ഇതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. ആരെ കളിപ്പിക്കാനാണ് ഇത് ചെയ്യുന്നത്? കേരളത്തിൽ എത്ര പ്രിൻസിപ്പൽമാർക്ക് അവരുടെ ക്യാമ്പസിൽ അവർക്ക് ആവശ്യമുള്ള തോതിൽ നിയന്ത്രണം നിലനിർത്താനുള്ള കഴിവുണ്ട്, അതിനുള്ള സാഹചര്യമുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, പല കോളേജുകളിലും പല സ്ഥാപനങ്ങളിലും അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ, അതിൻ്റെ ചുമതല വഹിക്കുന്ന ആളുകൾ, പ്രിൻസിപ്പലൊക്കെ ആയിരിക്കുന്ന ആളുകൾക്ക് ആ ഭാരമേറിയ ചുമതല നിർവഹിക്കാനുള്ള കഴിവില്ലാത്തവരാണ്. ബൗദ്ധികവും സ്വഭാവ ഗുണവും നേതൃത്വപരവുമായുള്ള തക്കതായ ഗുണങ്ങളില്ലാത്തവരാണ് ബഹുഭൂരിപക്ഷം ആളുകളും ഉള്ളത് എന്നതും ഒരു വലിയ പ്രശ്നം തന്നെയാണ്. നമ്മുടെ വൈസ് ചാൻസലേഴ്സ് പോലും, നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ മുമ്പിരുന്ന ഗവർണർക്കൊരു കത്ത് ഗവർണർ രാജ്ഭവനിൽ വെച്ച് സ്വന്തം കൈകൊണ്ട് എഴുതേണ്ടി വന്നപ്പോൾ ആ കത്തിൻ്റെ കോപ്പി ഞാൻ കണ്ടതാണ്. 3 സെൻറ്റൻസിൽ 5 മിസ്റ്റേക്ക് ഞാൻ കണ്ടു. അതാണ് നമ്മുടെ നിലവാരം. അങ്ങനെയുള്ളവർ എങ്ങനെ വൈസ് ചാൻസലറായി? അങ്ങനെയുള്ളവർ എങ്ങനെയാണ് പ്രിൻസിപ്പൽസ് ആകുന്നത്? അങ്ങനെയുള്ള എങ്ങനെയാണ് സാധാരണ ലെക്ചേഴ്സ് ആകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ കേരളത്തിൽ വലിയ പ്രമാദമായ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ സംസ്കാരം വാസ്തവത്തിൽ നമ്മെ ഞെട്ടിപ്പിക്കുന്ന വിധത്തിൽ അധപ്പതിച്ച് പോയിരിക്കുകയാണ്. അല്ലാതെ കഞ്ചാവ് പിടിച്ചു എന്നതല്ല നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം. അത് രോഗത്തിൻ്റെ ഒരു ലക്ഷണം മാത്രമാണ്. രോഗമെന്നതോ നമ്മുടെ വിദ്യാഭ്യാസ മേഖല ആകമാനം വലിയ രോഗത്തിൽപ്പെട്ടിരിക്കുകയാണ്. എന്നാ പറയുന്നത്, ആസന്ന മരണ അവസ്ഥയിൽ കിടപ്പ് കിടക്കുകയാണ്. അതിൽ ശ്രദ്ധ ചെലുത്താതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളിട്ട് ഉരുട്ടുമ്പോൾ എനിക്ക് ചിലപ്പോൾ ചിരിക്കാനും തോന്നുന്നുണ്ട്. അതുകൊണ്ട് ദയവായി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്ന വളരെ വളരെ ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ
അത് അർഹിക്കുന്ന വിധത്തിൽ സത്യസന്ധമായി മനസ്സിലാക്കുകയും അതിന് തക്കതായ പോംവഴികൾ കണ്ടുപിടിച്ച് യാതൊരു കരുണയുമില്ലാതെ നിർദാക്ഷിണ്യം നടപ്പിലാക്കുകയും ചെയ്യാനുള്ള ആർജവം ഇതിൽ ഭാഗഭാഗിത്വം വഹിക്കുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിരിക്കുന്ന എല്ലാവരും കാണിക്കണം എന്ന് ഈ മേഖലയിൽ ആജീവനാന്തം അധ്വാനിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ നടത്തിക്കൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. കേരളത്തിൻ്റെ ശാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ സർവശക്തനായ ദൈവമേ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.